ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന വാർത്ത വരുന്നുണ്ട്. ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 80ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുമുണ്ട്. അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശം വകവയ്ക്കാതെ ലെബനനിലും ഇസ്രയേലിൻ്റെ ബോംബ് വർഷം നടന്നു. മാത്രവുമല്ല, നോർത്ത് കൊറിയൻ സേന റഷ്യക്കൊപ്പം ചേർന്നു എന്ന കാര്യത്തിൽ അമേരിക്ക കടുത്ത കലിപ്പിലുമാണ്. പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് പി ജെയിംസ്, നമ്മൾ ആ പഴയ പല്ലവി പിന്നെ ഓർമ്മിച്ചു പോവുക. ഒരു മൂന്നാം ലോകയുദ്ധത്തിൽ എന്തൊക്കെ ആയുധം ഉപയോഗിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. വിവരമുള്ള ആൾ പറഞ്ഞതാ. എന്നാൽ ഒരു നാലാം ലോകയുദ്ധം ഉണ്ടായാൽ കമ്പും പത്തലും മാത്രമേ കാണൂ, മറ്റുള്ളതെല്ലാം നശിച്ചു പോകും. നമ്മൾ ഈ മൂന്നാം ലോകയുദ്ധത്തിലേക്ക് വാതിൽ തുറക്കുന്ന രീതിയിൽ ഈ യുക്രൈൻ യുദ്ധം വഴിമാറുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ചില അഭിപ്രായ പ്രകടനങ്ങളോടെ വിവരങ്ങൾ. എസ്കേൻ, രണ്ട് യുദ്ധങ്ങളും ഏതാണ്ട് ഒരേ തരത്തിലേക്കാണ് പോകുന്നത്. യുദ്ധം തീരുമെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ രീതിയിൽ രൂക്ഷമാവുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേലും ഇസ്രായേലും ഹെസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാവുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് കാണുന്നത്. ഹെസ്ബുള്ള ഇങ്ങനെ ഡസൻ കണക്കിന് റോക്കറ്റുകൾ അയക്കുന്നുണ്ട്. ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ആ മിസൈലുകളിൽ ഒന്ന് വന്ന് വീണിരിക്കുന്നത് ടെല്ലവീവിലാണ്, തലസ്ഥാനത്ത്. ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മൂക്കിന് കീഴെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ വസതിക്ക് മേൽ 2 ഫ്ലാഷ് ബോംബുകൾ വസതിക്ക് മേലെ വന്ന് അതിൻ്റെ വസതി തൊട്ടടുത്തുള്ള പൂന്തോട്ടത്തിൽ വീണത്. എന്തായാലും അതിന് മറുപടിയായിട്ട് ഒരുപക്ഷെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഗസയിൽ നടത്തിയത്. 80ഓളം പേർ കൊല്ലപ്പെട്ടു. ഗസയുടെ പ്രത്യേകിച്ച് വടക്കൻ ഗസയിൽ അവിടെ നിന്ന് അവരെയെല്ലാം ഒഴിപ്പിച്ച് ഒന്നില്ലെങ്കിൽ ഒരു ബഫർ സോൺ അല്ലെങ്കിൽ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുമെന്നൊക്കെ പറയുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ളത്. അവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ ട്രക്കുകൾ ഭക്ഷണവുമായി എത്തുന്നില്ല. പട്ടിണി മരണം അതീവ രൂക്ഷമാവാൻ പോകുന്നുവെന്ന് UN തന്നെ പറയുന്നു. 80ഓളം പേർ കൊല്ലപ്പെട്ടു. ലെബനനിൽ അവിടുത്തെ പ്രധാനമന്ത്രിയുമായും ഹെസ്ബുള്ളയുമായിട്ടൊക്കെ ചർച്ചകൾ, മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നു. അമേരിക്കയാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇസ്രായേൽ അവിടെയും ആക്രമണം നടത്തി. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ എസ്കേൻ ചൂണ്ടിക്കാണിച്ചതുപോലെ റഷ്യ വലിയ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ, പ്രത്യേകിച്ച് ദീർഘദൂര മിസൈലുകൾ, അറ്റക്കാംസ് ഉപയോഗിക്കാനുള്ള അനുമതി യുക്രൈന് നൽകിയതാണ്. ഇപ്പോൾ പെട്ടെന്ന് റഷ്യയെ പ്രകോപിപ്പിച്ചത്. പ്രത്യേകിച്ച് ട്രംപ് യുദ്ധം നിർത്തുമെന്ന് പറയുമ്പോൾ എന്നാൽ അങ്ങനെ നിർത്തുന്നു വേണ്ട, ഞങ്ങൾ കൊടുക്കാനുള്ള $6 ബില്യൺ സൈനിക സഹായമൊക്കെ ജനുവരി 20 വരെയാണ്. 20-ന് ശേഷമാണ് ട്രംപിൻ്റെ കാലം. അതിനു മുമ്പ് ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുമെന്നുള്ള വാശിയിലാണ് ജോ ബൈഡൻ. എന്തായാലും എസ്കൈൻ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു വലിയ യുദ്ധത്തിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക പരന്നിട്ടുണ്ട്. ആയുധ കച്ചവടക്കാർ നല്ല രീതിയിൽ തന്നെയാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. അവർക്ക് കച്ചവടം നടക്കണം, മനുഷ്യർ കൊല്ലപ്പെടുന്നത് അവർക്ക് പ്രശ്നമല്ല. യെസ് എസ്കൈൻ. പി ജെയിംസ്, G20 ഉച്ചകോടിക്ക് ബ്രസീലിൽ തുടക്കമായി. നിങ്ങൾക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ലോക നേതാക്കളെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിശപ്പകറ്റാനുള്ള ബ്രസീലിൻ്റെ ആഹ്വാനത്തോട് സഖ്യം ചേർന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വാർത്ത കൂടി വരുമ്പോൾ പി ജെയിംസ് വീണ്ടും നമുക്കൊപ്പം ഈ വാർത്തയെ അവഗാഹത്തോടെ പരിശോധിക്കാൻ ചേരുകയാണ്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പ്രിയപ്പെട്ട പി ജെയിംസ്. താങ്ക് യു. ഇപ്പൊ ഞാൻ ഈ പി എന്ന് വിളിച്ച പ്രേക്ഷകരും പി എന്നാണ് വിളിക്കുന്നത്. അത് കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ? നല്ല അർത്ഥത്തിലാണ് വിളിക്കുന്നത് കേട്ടോ. നമ്മളത് വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ ജെയിംസ്, നമ്മുടെ ബ്രസീൽ ഉച്ചകോടിയെ കുറിച്ച് പ്രത്യേകിച്ച് എസ്കേൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണി റഷ്യ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. G20 ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലെ റയോ ഡി ജനറോയിൽ. അപ്പോൾ അതിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രാഷ്ട്രങ്ങൾ മുഴുവൻ അവിടെയുണ്ട്. അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, ദക്ഷിണാഫ്രിക്കയുണ്ട്, തുടങ്ങിയിട്ട് ഒരു 10-20 പ്രമുഖ രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ യൂണിയനുണ്ട്, ബ്രിട്ടനും ഫ്രാൻസ് അടക്കമുള്ള അങ്ങനെ പ്രമുഖരായിട്ടുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന യോഗത്തിലാണ്. അതിൽ ബ്രസീലിൻ്റെ പ്രസിഡന്റ് ലുലു ഡിസിൽവ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്ത് എന്താ പറയുക, നിരവധി കോടിക്കണക്കിന് ആൾക്കാർ പട്ടിണിയിൽ കിടക്കുകയാണ്. വിശപ്പകറ്റാൻ ഒരു ആഗോള സഖ്യം, അതിൽ പ്രഖ്യാപിച്ച സഖ്യത്തിൽ അണിചേരാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ എസ്കേൻ, ഈ പ്രത്യേകിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ കൂടിക്കണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തി. ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടന്നത് അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും തമ്മിലാണ്. അവർ പറഞ്ഞത് വരാൻ പോകുന്നത് ചൈനയുടെ ഇച്ചിരി എതിരാളിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ്
2018 വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചതോടെയാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ വഷളായത്. അതുവരെ 50 വർഷത്തെ വലിയ കൂട്ടുകെട്ടാണ് ചൈനയെ വളർത്താനും അമേരിക്കയെ വളർത്താനും സഹായമായിട്ടുള്ളൊരു കൂട്ടുകെട്ടായിരുന്നത്. 1972 റിച്ചാർഡ് എം നിക്സൺ, അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ്, മാവോ സേതുങ്ങിനെ സന്ദർശിച്ചുണ്ടാക്കിയ ഒരു കരാറാണ്. നമ്മൾ രാഷ്ട്രീയമായി എതിരാണെങ്കിലും ബിസിനസ്സിൽ ഒന്നാണ് എന്ന് നടത്തിയ ഒരു കരാറാണ് ഇന്ത്യയിൽ നിന്ന് പോലും ആ ഒരു വികസനം തട്ടിത്തെറിപ്പിച്ച് ചൈന ഇത്ര വളരാൻ കാരണമായത്. പ്രത്യേകിച്ച് യൂറോപ്പും അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണ് ചൈനയെ വലിയ ശക്തിയാക്കി മാറ്റിയത്. അത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഗുണം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മാനുഫാക്ചറിങ് ഹബ്ബായിരുന്നു ചൈന. അത് മാറിയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യ, ചൈനയും ഇറാനും വടക്കൻ കൊറിയയുമായി ചേർന്ന് ഈ യൂറോപ്യൻ അമേരിക്കൻ സഖ്യത്തെ വെല്ലുവിളിക്കുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഈ G20 നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്തായാലും റഷ്യ പ്രസിഡന്റ് അവിടെ വരുന്നില്ല. ലാവ്റോവാണ് അവരുടെ ഫോറിൻ മിനിസ്റ്ററാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു കൂടിക്കാഴ്ച റഷ്യയും അമേരിക്കയും തമ്മിൽ നടക്കില്ല. പക്ഷെ അവർ നേർക്കുനേർ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലൊക്കെ വലിയ എന്താ പറയുക, വലിയ ഇതിനെക്കുറിച്ചുള്ള തീമാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വേൾഡ്, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ലോകം എന്നുള്ള രീതിയിൽ, സസ്റ്റൈനബിൾ പ്ലാനറ്റ്, സുസ്ഥിരമായ വികസനത്തിൻ്റെ പ്ലാനറ്റ്. പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഈ മറ്റേ എൻവയൺമെൻറ്റും പരിസ്ഥിതിയും ഒന്നും നോക്കിയുള്ളതല്ല, അമേരിക്കയ്ക്ക് എന്താണോ നല്ലത് അത് ഞങ്ങൾ സ്വീകരിക്കും, അവിടെ ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കും, അമേരിക്കയെ മുന്നോട്ട് നയിക്കുന്നത് സ്വീകരിക്കുന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട, ഈ ഭൂമി തന്നെ അപകടത്തിലായ ഒരു അവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് ബ്രസീലിലെ റയോ ഡി ജനീറോയിൽ നടക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. ഇനി നമുക്ക് നാളെ കാണാം. ബി ജെയിംസ്, അത്യാവശ്യം ഒരു കോഫി ചായ കഴിച്ച് വിശ്രമിക്കൂ.